ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ വിചിത്രമായ ഒരു കേസാണ്. ആദ്യമായി കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് തികച്ചും അവിശ്വസനീയമായി തോന്നാം. നിങ്ങൾ കരുതിയേക്കാം, ഇതെങ്ങനെയാണ് റിയലായി നടക്കുന്നത്? ഇതൊക്കെ സിനിമയിൽ മാത്രമേ കാണാറുള്ളൂ എന്ന്. പക്ഷേ ഇത് കഴിഞ്ഞ മാസം നമ്മുടെ അയൽ സംസ്ഥാനത്ത് നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. 2025 മെയ് 13, പൊള്ളാച്ചി, തമിഴ്നാട്. നല്ല മഴയുള്ള ഒരു പ്രഭാതം. അവിടെയുള്ള ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് ആലിയാർ അണക്കെട്ട്. എന്നാൽ മെയ് 13 ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിനപ്പുറം അത് ഒരു ക്രൈം സ്പോട്ടായി മാറിയപ്പോൾ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും അമ്പരന്നു. കാണാതായ ഒരാളെ തിരയുന്ന ചിലർ, അവരുടെ മുഖത്തെ പരിഭ്രാന്തി, കാണാതായ ആളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴുള്ള സങ്കടം, ഇതെല്ലാം വിനോദസഞ്ചാരികളെ കൂടി തിരച്ചിൽ സംഘത്തിൽ ചേരാൻ പ്രേരിപ്പിച്ചു. അവനൊരു ഐസ്ക്രീം ചോദിച്ചു. അവനെ അവിടെ നിർത്തി ആ കാണുന്ന കടയിൽ നിന്നും ഐസ്ക്രീം വാങ്ങാനായി ഞാൻ പോയി. പക്ഷേ ഞാൻ തിരിച്ചെത്തിയപ്പോൾ അവനെ അവിടെ കാണുന്നില്ലായിരുന്നു. ഇതുപോലെ അവിടെ നിന്നിരുന്ന ഒരാൾ പിറുപിറുക്കാൻ തുടങ്ങി. ഇത് കേട്ട് ആളുകൾ ഒരു കൊച്ചുകുട്ടിയെയാണ് കാണാതായതെന്ന് കരുതി. നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നിയിരിക്കാം. പക്ഷേ അത് 4 വയസ്സുള്ള കുട്ടിയല്ല, അത് 24 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു. 24 വയസ്സുള്ള ഒരു ആൺകുട്ടി ഐസ്ക്രീമിനായി കരഞ്ഞെന്നു. അവനത് എങ്ങനെ വാങ്ങണമെന്നറിയില്ലേ? അവനൊരു കൊച്ചുകുട്ടിയാണോ? അങ്ങനെ ചോദിച്ചാൽ അതെ, അവൻ ഓട്ടിസം ബാധിച്ച ആൺകുട്ടിയാണ്. അവന്റെ മാതാപിതാക്കളോ ബന്ധുക്കളോ അല്ല അവനെ അവിടെ അന്വേഷിച്ച് നടക്കുന്നത്. പൊള്ളാച്ചിയിലെ സ്വകാര്യ സ്പെഷ്യൽ കെയർ ചിൽഡ്രൻസ് ട്രസ്റ്റിലെ ആളുകൾ അവനെ അവിടെയെല്ലാം അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവർ ആ ട്രസ്റ്റിലെ കുട്ടികളെയും യുവാക്കളെയും കൊണ്ട് അവിടെ വിനോദയാത്രയ്ക്കായി വന്നതാണ്. നാഡീവ്യവസ്ഥയ്ക്ക് തകരാറുള്ള ഒരു ഓട്ടിസ്റ്റിക് വരുൺകാന്ത് എന്ന ആൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത്. ഉടൻ തന്നെ വരുൺകാന്തിന്റെ പിതാവിനെ വിവരമറിയിച്ചു. പിതാവും ഉടൻ തന്നെ പരിഭ്രാന്തിയോടെ അവിടെ വന്നു. പലയിടങ്ങളിലും തിരഞ്ഞു. പക്ഷേ വരുണിനെ എവിടെയും കണ്ടെത്താൻ കഴിയാത്തതിനാൽ ആളെ കാണാതായതായി അവർ ആളിയാർ പോലീസിൽ പരാതി നൽകി. പോലീസും ഉടൻ തിരച്ചിൽ ആരംഭിച്ചു. അവരുടെ ശ്രമഫലമായി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ആ കുട്ടിയെ കണ്ടെത്തി. പക്ഷേ അവനെ കണ്ടെത്തിയെന്ന വാർത്തയിൽ ആരും സന്തുഷ്ടരായിരുന്നില്ല. കാരണം വരുണിന്റെ മൃതശരീരമായിരുന്നു അവർക്ക് കണ്ടെത്താനായത്. അതെ, പൊള്ളാച്ചിയിലെ ആളിയറിൽ കാണാതായ വരുണിനെ കേരള അതിർത്തിയിലെ നടുപുണിക്ക് സമീപമുള്ള നാഗൂരിലെ ഒരു തെങ്ങിൻ തോട്ടത്തിൽ നിന്ന് കണ്ടെത്തി. അതിനാൽ മിസ്സിംഗ് കേസ് ഇപ്പോൾ ഒരു മർഡർ കേസായി മാറിയിരിക്കുന്നു. വരുണിന്റെ ഘാതകരെ കണ്ടെത്താൻ പോലീസ് 8 പേരടങ്ങിയ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. അപ്പോൾ വരുൺകാന്ത് എങ്ങനെയാണ് അപ്രത്യക്ഷനായത്? ആരെങ്കിലും അയാളെ പൈസയ്ക്ക് വേണ്ടി തട്ടിക്കൊണ്ടുപോയതാകുമോ? ഒരു ഓട്ടിസം ബാധിച്ച ആൺകുട്ടിയോട് ആർക്കാണ് പ്രതികാരം ചെയ്യാൻ കഴിയുക? ഒരുപക്ഷെ അത് സ്വത്ത് പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ആയിരിക്കുമോ? ഓട്ടിസം ബാധിച്ച് അച്ഛനമ്മമാരിൽ നിന്നും അകന്ന് ചികിത്സയ്ക്കായി ഒരു കെയർ സെന്ററിൽ കഴിയുന്ന ഒരു പാവം 24 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയിട്ട് ആർക്കാണ് ഗുണം ലഭിക്കുക? ഇനി വല്ല അവയവക്കടത്തുമായിരിക്കുമോ? കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇതുപോലുള്ള നിരവധി സംശയങ്ങൾ നമുക്കുണ്ടായേക്കാം. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും. അതിശയിക്കേണ്ടതില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട സബ് ഇൻസ്പെക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. കില്ലറെ കണ്ടെത്തേണ്ട പോലീസിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? പോലീസ് എന്താണ് ചെയ്തത്? ഏറ്റവും പ്രധാനമായി വരുൺ എങ്ങനെ അപ്രത്യക്ഷനായി? അവനെങ്ങനെ കൊല്ലപ്പെട്ടു? ഈ കേസിന് പിന്നിലെ നിഗൂഢമായ കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായി കേൾക്കാം. റിയൽ ക്രൈം സ്റ്റോറിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോയമ്പത്തൂർ ജില്ലയിലെ സോമനൂർ കാരവള്ളി സ്വദേശിയായ രവികുമാറിന് ഓട്ടിസം ബാധിച്ച 24 വയസ്സുള്ള ഒരു മകനുണ്ട്. അവന്റെ പേരാണ് വരുൺകാന്ത്. 24 വയസ്സായിട്ടും ഓട്ടിസം കാരണം അവന്റെ വികൃതികൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും തന്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അതിയായ ആഗ്രഹം അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി സാധ്യമെങ്കിൽ അവനെ പൂർണ്ണമായും സുഖപ്പെടുത്തണമെന്ന ആഗ്രഹത്തിൽ പൊള്ളാച്ചി മഹാലിംഗപുരം മുല്ലൈ നഗർ യുതിര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ മാനസികാരോഗ്യ ആശുപത്രിയുമായി ബന്ധപ്പെടുന്നു.
അവിടെയുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വരുണിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. 2025 മെയ് 4 അദ്ദേഹം തന്റെ മകനെ അവിടെ പ്രവേശിപ്പിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം, അതായത് മെയ് 12 വരുണിന്റെ ജന്മദിനമായിരുന്നു. അതുകൊണ്ട് തന്റെ മകന് പിറന്നാൾ സമ്മാനമായി ഒരു പുതിയ വസ്ത്രം വാങ്ങി. കൂടാതെ ആ ട്രസ്റ്റിലെ മറ്റു വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരങ്ങൾ വാങ്ങി. അദ്ദേഹം തന്റെ മകനെ കാണാൻ വരുന്നെന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ, ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മകനെ പയ്യെ പയ്യെ നിയന്ത്രിച്ച് അവന്റെ വികൃതികൾ കുറച്ചു വരികയാണെന്നും ഇപ്പോൾ അവൻ നിങ്ങളെ കണ്ടാൽ പഴയതുപോലെ മാറാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലതെന്നും ഹോസ്പിറ്റൽ അധികൃതർ രവികുമാറിനോട് പറഞ്ഞു. അതുകൂടാതെ അടുത്ത ദിവസങ്ങളിലായി അവർ ഹോസ്പിറ്റലിലെ അന്തേവാസികളെയും കൊണ്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോകുന്നുണ്ടെന്നും അറിയിച്ചു. ഈ സമയത്ത് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ രവികുമാർ തന്റെ മകനു വേണ്ടി വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊറിയറിൽ അയക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് തൊട്ടടുത്ത ദിവസം മെയ് 13 ഹോസ്പിറ്റൽ ജീവനക്കാരും ഹോസ്പിറ്റലിലെ അന്തേവാസികളെയും കൊണ്ട് ആലിയാറിലേക്ക് വൺ ഡേ ട്രിപ്പ് പോകുന്നത്. അവിടെ വെച്ചാണ് വരുണിനെ കാണാതാവുന്നത്. അവനു വേണ്ടി അവിടെ അധികൃതർ തിരയുന്ന സമയം തന്നെ ഈ വിഷമാവസ്ഥ വരുണിന്റെ അച്ഛനെ വിളിച്ച് അവർ അറിയിച്ചിരുന്നു. വിവരമറിഞ്ഞ് രവികുമാർ അവിടെ പാഞ്ഞെത്തി. തന്റെ മകനെ കണ്ടെത്തുന്നതിനായി വല്ലാതെ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹവും അധികൃതരും പോലീസിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. അവരും തിരച്ചിലിനായി ഒപ്പമുണ്ടായിരുന്നു. ഈ കേസിലേക്ക് ആഴത്തിൽ കടക്കുന്നതിന് മുമ്പ് ഓട്ടിസത്തെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകിയാൽ നിങ്ങൾക്ക് ഈ കേസ് എളുപ്പത്തിൽ മനസ്സിലാക്കാനും റിലേറ്റ് ചെയ്യാനും കഴിയും. ഓട്ടിസം, ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഒരു രോഗമല്ല, ഇതൊരു ന്യൂറോളജിക്കൽ വൈകല്യമാണ്. ഈ ഡിസോർഡർ ബാധിച്ച കുട്ടികൾ ആശയവിനിമയക്കുറവും മറ്റുള്ളവരുമായുള്ള ബന്ധക്കുറവും പ്രകടമാക്കും. അവരിൽ മിക്കവർക്കും ശരിയായി സംസാരിക്കാൻ കഴിയില്ല. ചില കുട്ടികൾ സംസാരിച്ചാലും മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. ചിലർ തലയും വിരലുകളും തുടർച്ചയായി ചലിപ്പിക്കും. ഈ ലക്ഷണങ്ങൾ എല്ലാവർക്കും സാധാരണമല്ല. അവർ ഒരേ കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നു. ഭയമോ അപകടമോ എന്താണെന്ന് അവർക്കറിയില്ല. അർത്ഥശൂന്യമായ വാക്കുകൾ വീണ്ടും വീണ്ടും പറയുന്നു. കരയുന്നു, പുഞ്ചിരിക്കുന്നു, കൈയടിക്കുന്നു. കാരണമില്ലാതെ ചാടുന്നു. സംസാരിക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും കണ്ണിൽ നോക്കുന്നത് ഒഴിവാക്കുന്നു. ഇതുപോലെ നമുക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികളെ നിരവധി ലക്ഷണങ്ങളാൽ തിരിച്ചറിയാൻ കഴിയും. കൂടാതെ അവർക്ക് ആളുകളെ തിരിച്ചറിയാൻ കഴിയും, ഒരു പരിധിവരെ മനസ്സിലാക്കാനും കഴിയും. പക്ഷേ ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളിൽ പഠന വൈകല്യം ഉണ്ടാകും. അത് സുഖപ്പെടുത്താൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയില്ല. കൂടാതെ 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമുക്ക് ഈ തകരാറ് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. 24 വയസ്സുള്ള വരുൺ ഈ തകരാറുള്ളവനാണ്. വളരെ ഹൈപ്പർ ആക്റ്റീവായിരുന്നു അവൻ. വരുണിന് ഓട്ടിസവും ഹൈപ്പർ ആക്റ്റീവുമുണ്ട്. അതിനാൽ ശരിയായ പരിശീലനത്തിലൂടെ ഇത് നിയന്ത്രിക്കാമെന്ന ചിന്തയിലാണ് അവന്റെ അച്ഛൻ രവികുമാർ അവനെ ഈ ട്രസ്റ്റിൽ ചേർത്തത്. സാധാരണയായി ഈ തകരാറിനെ കുറിച്ച് അറിയാത്തവർ ഈ കുട്ടികളെക്കുറിച്ച് മോശമായി സംസാരിക്കും. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാരണം അവരുടെ ശാന്തത നഷ്ടപ്പെടുകയും ചിലപ്പോൾ അവരെ അടിക്കുകയും ചെയ്യും. അവരെ ശുശ്രൂഷിക്കേണ്ടവർ തന്നെ അവരെ ഉപദ്രവിച്ചാൽ ആ പാവങ്ങൾ പിന്നെ എന്തു ചെയ്യും? അതെ, ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് ഒരു അസ്വസ്ഥത തോന്നിയേക്കാം. പക്ഷേ ഇതെല്ലാം നടന്ന സംഭവങ്ങളാണെന്ന് ഒരു മുന്നറിയിപ്പായി കരുതുക. വരുൺ അവിടെ ചേർന്നപ്പോൾ അവൻ ആരെയും അനുസരിക്കാത്ത വളരെ വികൃതിയായിരുന്നു. ഒരേ കാര്യങ്ങൾ ആവർത്തിച്ചു പറയുകയും അമിതമായി പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ വരുണിനെ പരിചരിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിരുന്നു. ആ കുട്ടിയുടെ യഥാർത്ഥ രോഗം അതുതന്നെയായിരുന്നു. അവന്റെ മനസ്സും പ്രവൃത്തിയും ഒരു പരിധിവരെ അവന്റെ കൺട്രോളിൽ അല്ലായിരുന്നു. അത് ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവനെ അവിടെ പ്രവേശിപ്പിച്ചതും. ഇതുപോലെ ഒത്തിരി കുട്ടികളെ പരിചരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ അവനെ പരിചരിക്കാൻ പരിശീലനം ലഭിച്ച അവന്റെ രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാവുമെന്ന് അവന്റെ മാതാപിതാക്കൾ വിചാരിച്ചു. പക്ഷേ ആ ഹോസ്പിറ്റൽ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി. വരുൺ കാണാതാകുന്നതിന് 4 ദിവസം മുമ്പുള്ള ഒരു ദിവസം, മെയ് 9 അവരെല്ലാവരും കൂടി മേട്ടുപ്പാളയത്തേക്ക് ഒരു ടൂറിന് പോയി.
പക്ഷേ വരുണിനെ കൂടെ കൂട്ടിയാൽ അവനെ പരിപാലിക്കുക എന്നത് ദുഷ്കരമായിരിക്കും എന്ന ചിന്തയിൽ അവർ വരുണിനെ ഹോസ്പിറ്റലിൽ തനിച്ചാക്കിയാണ് ടൂറിന് പോയത്. ഇതറിഞ്ഞുകൊണ്ട് വരുൺ ആ രാത്രി എന്തിനാണ് തന്നെ മാത്രം കൊണ്ടുപോകാതിരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞു. പക്ഷേ പകരം അവൻ അടി മാത്രമേ ലഭിച്ചുള്ളൂ. അതും അവൻ ആ ഹോസ്പിറ്റലിൽ ചേർന്നിട്ട് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അവനെ നിയന്ത്രിക്കാൻ കഴിയാതെ അവർ മർദ്ദനമുറകൾ തുടങ്ങിയിരുന്നു. ആ ട്രസ്റ്റ് അംഗങ്ങളുടെ ക്രൂരത ആരംഭിച്ച ദിവസം 2025 മെയ് 11. സമയം ഏകദേശം രാത്രി 8 മണി. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് അവൻ്റെ ജന്മദിനമായതിനാൽ അച്ഛൻ തന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വരുൺ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. അവൻ അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. തുടക്കത്തിൽ അവൻ വളരെ ഹൈപ്പർ ആക്റ്റീവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിനാൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത സന്തോഷത്തിൽ അവൻ വളരെ ഹൈപ്പറായി പെരുമാറാൻ തുടങ്ങി. നാളെ അവൻ്റെ ജന്മദിനമാണ്. അച്ഛൻ അവനെ സന്ദർശിക്കാൻ പോകുന്നു. അവന് ഒരു കേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ആ സന്തോഷം അവനുണ്ടായിരിക്കും അല്ലേ? പക്ഷേ അവൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥതയായി മാറി. അവർ അവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പക്ഷേ വരുൺ അവരുടെ വാക്കുകൾ കേട്ടില്ല. അവൻ്റെ വികൃതി വർദ്ധിച്ചു. അതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിരിമുറുക്കത്തിലായി. വരുണിനെ അടിക്കാൻ തുടങ്ങി. വരുൺ വേദന കൊണ്ട് കരഞ്ഞു. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് അവർ അവനെ അടിച്ചുകൊണ്ടിരുന്നത്. അവൻ മിണ്ടാതിരുന്നാൽ മാത്രമേ അവർ അവനെ അടിക്കുന്നത് നിർത്തൂ എന്ന് അവന് മനസ്സിലാകുന്നില്ല. അതിനാൽ അവർ അവനെ അടിച്ചതിന് ശേഷവും അവൻ വികൃതി തുടർന്നു. പക്ഷേ ആ പാവത്തിനറിയില്ലല്ലോ താൻ വികൃതി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒച്ച വയ്ക്കുന്നത് കൊണ്ടാണ് അവർ അടിക്കുന്നതെന്ന്. ആ അറിവും വിവരവും ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവനെ അവിടെ കൊണ്ടാക്കിയത്. പക്ഷേ ബുദ്ധിയും ബോധവുമുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു വിവരവുമില്ലാതെയായിപ്പോയി. ശരിക്കും അവരുടെയാണ് ബോധം പോയിരിക്കുന്നത്. അവനെ നിയന്ത്രിക്കാൻ കഴിയാത്തതിനാൽ ട്രസ്റ്റിന്റെ ഓണറെ വിളിച്ച് കാര്യം പറയുന്നു. കവിത എന്നു പേരുള്ള ഒരു സ്ത്രീയാണ് അതിന്റെ ഉടമ. കവിത കുറച്ച് മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല അവൾ വന്നപ്പോൾ വരുൺ അവളുടെ മുഖത്ത് തുപ്പിയതായും പറയപ്പെടുന്നു. അങ്ങനെ കവിതയ്ക്ക് ദേഷ്യം വന്നു. 20ഉം 23ഉം വയസ്സുള്ള അവളുടെ പെൺമക്കൾ, കവിതയുടെ ഭർത്താവ് ലക്ഷ്മണൻ, ആ ട്രസ്റ്റിന്റെ മറ്റ് അഡ്മിനിസ്ട്രേറ്റർമാർ, ഷാജൂർ, ഗിരിറാം, ഡ്യൂട്ടിയിലുള്ള മറ്റു പുരുഷന്മാർ എല്ലാവരും മുന്നിൽ കണ്ടതെല്ലാം കയ്യിലെടുത്ത് അവനെ ഉപദ്രവിക്കുന്നു. അവനെ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് പോലും ക്രൂരമായി ആക്രമിച്ചു. ബുദ്ധിസ്ഥിരതയുള്ളവർ പോലും ആ സമയത്ത് നിയന്ത്രണമില്ലാതെ പെരുമാറി. സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരുണിന് എന്തു ചെയ്യാൻ കഴിയും? വേദന സഹിക്കാൻ വയ്യാതെ അവൻ അലറി നിലവിളിച്ചു. ഒരു ഘട്ടത്തിൽ വേദന സഹിക്കാൻ കഴിയാതെ അവൻ തന്റെ പാൻസിൽ മലമൂത്ര വിസർജനം വരെ നടത്തിപ്പോകുന്നു. അതിനുശേഷവും അവർ അവനെ അടിച്ചുകൊണ്ടിരുന്നു. അവന്റെ തൊലി കീറി രക്തം വാർന്നപ്പോഴും ആ രാക്ഷസന്മാരുടെ കോപം കുറഞ്ഞില്ല. അവർ വരുണിന്റെ വസ്ത്രം അഴിച്ചുമാറ്റി അവനെ നേക്കിടാക്കി. അവന്റെ മുറിവുകളിൽ മുളകുപൊടി വിതറുന്നു. അവൻ വേദന കൊണ്ട് കരയുമ്പോൾ അവർ ആസ്വദിച്ചു. മാത്രമല്ല വാ പൊളിച്ചു കരയുന്ന അവന്റെ വായിൽ പച്ചമുളക് തിരികെ കയറ്റുന്നു. അത് അവനെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുന്നു. വരുൺ വളരെ ആവേശത്തോടെ കാത്തിരുന്ന ആ ജന്മദിനത്തിൽ പക്ഷേ അവന് ലഭിച്ചത് കൊടും ക്രൂരതകളായിരുന്നു. ഇതുകൊണ്ടൊന്നും ആ ക്രൂരതകൾ അവസാനിച്ചില്ല. അവർ ഒടുവിൽ അവന്റെ ദേഹത്ത് പഞ്ചസാര വിതറി. അവൻ വേദന കൊണ്ട് പൊളഞ്ഞു. നഗ്നനായ അവന്റെ എല്ലാ ഭാഗത്തും, മുറിവിലും സ്വകാര്യ ഭാഗത്തും എല്ലാം പഞ്ചസാര വിതറി. പിന്നീട് അവർ പോയി. പക്ഷേ അവന് ആശ്വാസത്തിന് വകയുണ്ടായില്ല. കാരണം അവനെ പീഡിപ്പിക്കാൻ അവർ പ്രതീക്ഷിച്ചതുപോലെ മറ്റു ചിലർ കൂടി വന്നെത്തി. ഒരു കൂട്ടം ഉറുമ്പുകൾ പഞ്ചസാര പുരണ്ട അവന്റെ ശരീരം നുകർന്ന് ആസ്വദിക്കാൻ തുടങ്ങി. ഉറുമ്പിന്റെ കടികൊണ്ട് അവൻ വീണ്ടും പുളഞ്ഞുകൊണ്ടിരുന്നു. വരുൺ ക്രൂരമായ പീഡനം അനുഭവിച്ചു. കനത്ത രക്തസ്രാവം, മുറിവുകൾ, വേദന, വീക്കം, ഇതുപോലെ അവൻ എല്ലാ പീഡനങ്ങളും അനുഭവിച്ചു. അങ്ങനെ അവന്റെ ബോധം നഷ്ടപ്പെട്ട് കണ്ണുകൾ അടഞ്ഞു പോകുന്നു. അവന്റെ ജന്മദിനത്തിൽ ആ പീഡനത്തിൽ നിന്ന് പതുക്കെ മോചനം നേടി. അതെ, വരുൺ ഈ ക്രൂരതയുടെ ലോകത്തു നിന്നും വിട പറഞ്ഞു. അങ്ങനെ കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ വന്നു നോക്കിയപ്പോൾ അവന്റെ ചേതനയേറ്റ ശരീരം മാത്രമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്.
അതവർ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് നമ്മൾക്കറിയില്ല. പക്ഷേ മരണം സ്ഥിരീകരിച്ച ഉടൻ തന്നെ അവർ വരുണിന്റെ ഡെഡ് ബോഡി അവരുടെ വാനിൽ കയറ്റി ദൂരെ കേരള അതിർത്തിയിലുള്ള നാഗൂരിലെ തെങ്ങിൻ തോട്ടത്തിൽ കൊണ്ടുപോയി കുഴിയെടുത്ത് മറവ് ചെയ്യുന്നു. എന്നിട്ട് സംശയം തോന്നാതിരിക്കാൻ ആ കുഴിക്ക് മീതെ ഒരു തൈയും നട്ടുവെക്കുന്നു. ഇതെല്ലാം ചെയ്ത ശേഷവും ആ സംഘം ട്രസ്റ്റിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിറന്നാൾ ദിനത്തിലോ അടുത്ത ദിവസത്തിലോ കുട്ടിയെ കാണാൻ കുട്ടിയുടെ അച്ഛൻ വരുമെന്ന ധാരണ അവരെ പുതിയ പ്ലാൻ മെനയുന്നതിനായി നിർബന്ധിച്ചു. അങ്ങനെ മെയ് 13-നുള്ള ആലിയ ട്രിപ്പിൽ അവർ പ്ലാൻ ചെയ്ത പോലെ ഒരു നാടകം നടത്തുന്നു. അവർ എല്ലാവരെയും ആലിയാറിലേക്ക് കൊണ്ടുവന്നു. ആ സുന്ദരമായ ടൂറിസ്റ്റ് സ്പോട്ടിൽ വെച്ച് ആൾക്കൂട്ടത്തിന് തിരക്കിൽ വെച്ച് എവിടെയോ വരുണിനെ നഷ്ടപ്പെട്ടുവെന്ന് വരുത്തുന്നു. വരുണിനെ കാണാതായതുപോലുള്ള ഒരു രംഗം സൃഷ്ടിച്ചു. പോലീസിനെയും വരുണിന്റെ അച്ഛനെയും അത് വിശ്വസിപ്പിച്ചു. അങ്ങനെ ഒന്നും സംഭവിക്കാത്തതുപോലെ കുറച്ചു ദിവസം കടന്നുപോയി. പാവം അച്ഛനും വേണ്ടപ്പെട്ടവരും പോലീസും മാത്രം വരുണിന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നു. ഹോസ്പിറ്റൽ അധികൃതരും ഉടമകളും അവർ നടപ്പാക്കിയ പ്ലാൻ വിജയിച്ചുവെന്ന് ആശ്വസിച്ചിരിക്കുന്ന സമയത്താണ് അവരുടെ കർമ്മഫലം എന്നോണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, അതായത് ഒരു വീഡിയോ പൊള്ളാച്ചി സബ്സ്റ്റേഷൻ ASP സൃഷ്ടി സിംഗിന് ലഭിക്കുന്നത്. അൺനോൺ നമ്പറിൽ നിന്നുള്ള വീഡിയോ ആയിരുന്നെങ്കിലും ആ വീഡിയോയിൽ ഉള്ളടക്കം ഒരു പാവം 24 വയസ്സുകാരൻ പീഡിപ്പിക്കപ്പെടുന്ന രംഗങ്ങളായിരുന്നു. അത് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വരുണിന്റെ വീഡിയോ ആണെന്ന് തിരിച്ചറിഞ്ഞ അവർ ഉടനെ ഹോസ്പിറ്റലിലെത്തി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ കുറ്റം സമ്മതിക്കുന്നു. അവർ വരുണിനെ മറവ് ചെയ്ത സ്ഥലം കാണിക്കുന്നു. അവിടെ നിന്നും വരുണിന്റെ ബോഡി കണ്ടെടുക്കുന്നു. അങ്ങനെ വരുണിന് സംഭവിച്ച ക്രൂരമായ പീഡനങ്ങളുടെയും കൊലപാതകത്തിന്റെയും കഥകൾ ആ വീഡിയോയുടെ സഹായത്തോടെ പുറം ലോകം തിരിച്ചറിയുന്നു. ആദ്യം പോലീസ് ഗിരിറാമിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അനുസരിച്ച് കവിതയുടെ കൃഷിയിടത്തിൽ നിന്ന് വരുണിന്റെ ഡെഡ് ബോഡി അവർ കുഴിച്ചെടുത്തു. അതിനുശേഷം കൂടെയുണ്ടായിരുന്ന 5 പേരെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഒളിവിലായിരുന്ന കവിതയെയും ഭർത്താവ് ലക്ഷ്മണൻ, അവരുടെ പെൺമക്കൾ ശ്രുതി, ശ്രേയ എന്നിവരെ മെയ് 27-ന് തിരുവനന്തപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്തു. ഈ കേസിന്റെ ട്രയൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഈ കേസിൽ 2 സബ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെങ്ങനെ? ഈ കേസിൽ പ്രതികൾ കവിതയും അവരുടെ ഹോസ്പിറ്റൽ ഉദ്യോഗസ്ഥരുമല്ലേ? പിന്നെ എങ്ങനെയാണ് പോലീസുകാർ അറസ്റ്റിലായി എന്ന് ചോദിച്ചാൽ അതിനു പിന്നിൽ ഒരു ചെറിയ കഥ കൂടിയുണ്ട്. കവിതയെ തിരുവനന്തപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്യുന്നത് സബ് ഇൻസ്പെക്ടർ നവനീത് കൃഷ്ണനാണ്. കവിതയെ അറസ്റ്റ് ചെയ്ത സമയം അവരിൽ നിന്നും 1.5 ലക്ഷം രൂപയും 18 പവൻ ആഭരണങ്ങളും പിടിച്ചെടുത്തിരുന്നു. കൂടാതെ 50,000 രൂപയും ഒരു ബ്ലാങ്ക് ചെക്കും കവിതയുടെ സഹോദരന് നൽകുന്നതിന് എന്നും പറഞ്ഞ് കവിതയുടെ അറിവോടെ പോലീസ് വാങ്ങിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും കണ്ടെടുത്ത കൂട്ടത്തിൽ പോലീസ് രേഖപ്പെടുത്തിയിരുന്നില്ല. ഇത് പോലീസും പ്രതികളും തമ്മിലുള്ള ഒരു ഡീലിന്റെ ഭാഗമായിരുന്നു. അതിനായി കൂട്ടുനിന്നത് സബ് ഇൻസ്പെക്ടർ നവനീത് കൃഷ്ണനും മറ്റൊരു ഇൻസ്പെക്ടർ മഹാരാജയുമാണ്. അവരുടെ ഡീൽ എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും കവിതയുടെയും ലക്ഷ്മണന്റെയും വിവാഹപ്രായമായ മക്കളുടെ പേരുകൾ പ്രതിപട്ടികയിൽ വരരുതെന്നും അവർക്കെതിരായുള്ള തെളിവുകൾ കോടതിയിൽ എത്തരുതെന്നും ആയിരുന്നു. പക്ഷേ ആ പ്ലാനുകൾക്ക് വിപരീതമായി അവരെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൂടാതെ കൈക്കൂലിക്കാരായ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതെങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, പൊള്ളാച്ചി സബ് ഡിവിഷൻ ASP സൃഷ്ടി സിംഗിന് ലഭിച്ച ആ വീഡിയോയുടെ വ്യക്തമായ തെളിവുകളും അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പ്രതികളുടെ കൂട്ടത്തിൽ കവിതയുടെ മക്കളും ഉൾപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അവരെ കൂടി പ്രതി ചേർക്കുന്നു. അതിൽ മനം നൊന്ത് കവിതയുടെ സഹോദരൻ എന്തായാലും തന്റെ കുടുംബാംഗങ്ങളെല്ലാം അറസ്റ്റിലായി. പക്ഷേ കൈക്കൂലിക്കാരായ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി തങ്ങളെ പറ്റിച്ചിരിക്കുന്നുവെന്ന ബോധ്യത്തിൽ അവരുടെ വിവരങ്ങളും കൈക്കൂലി കൊടുത്ത കഥകളും എല്ലാം ASP സൃഷ്ടി സിംഗിനെ അറിയിക്കുന്നു. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തക്കതായ ആക്ഷൻ എടുക്കുന്നു. ഈ കേസിനെ കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ നിങ്ങളോട് പറയട്ടെ. കവിതയും ഭർത്താവ് ലക്ഷ്മണനും വ്യാജ ഡോക്ടർ ബിരുദം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഏകദേശം 9 വർഷമായി ഈ ട്രസ്റ്റ് പ്രവർത്തിച്ചു. പക്ഷേ 3 മാസത്തിന് മുമ്പ് മാത്രമാണ് അവർക്ക് അംഗീകാരം ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. പഠിക്കാതെ വ്യാജ ഡോക്ടർമാർ നടത്തിയ ആ ട്രസ്റ്റിൽ
ഒരു രോഗിയെ പ്രവേശിപ്പിക്കാൻ അവർക്ക് 1,00,000 സംഭാവന നൽകണം. മാത്രമല്ല അവർക്ക് പ്രതിമാസം ഒരു വലിയ തുക നൽകണം. അവർ ചോദിക്കുമ്പോഴെല്ലാം പണം നൽകണം. ഇത് പണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ട്രസ്റ്റായിരുന്നു. അതിനാൽ ഇവിടെ ചേർക്കുന്നവർ മിഡിൽ ക്ലാസ്സിലും മുകളിലുള്ളവർ തന്നെയായിരിക്കണം. അല്ലാത്തവർക്ക് അവർ പറയും പോലെ പണം കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ വരുണിന്റെ ബന്ധുക്കൾ പറയുന്നതിന്റെ അർത്ഥം ഞങ്ങളുടെ കുട്ടി മരിച്ചു എന്നത് സങ്കടകരമാണ്. പക്ഷേ വർഷങ്ങളായി പീഡനം സഹിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളെ രക്ഷിക്കാൻ ഞങ്ങളുടെ മകൻ തന്റെ ജീവൻ ബലിയർപ്പിച്ചു. ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രസ്റ്റിന്റെ പേരിൽ കുട്ടികൾക്ക് പ്രത്യേക പരിചരണം, മാനസിക ആശുപത്രി എന്നൊക്കെ കാണാം. വാസ്തവത്തിൽ അത്തരമൊരു ആശുപത്രി തന്നെയാണോ അതോ പേരിൽ മാത്രം പരിചരണവും നന്മയും ഉള്ളോ എന്നെല്ലാം നമ്മൾ ഉറപ്പുവരുത്തണം. എന്നിട്ട് വേണം വേണ്ടപ്പെട്ടവരെ അവിടെ പ്രവേശിപ്പിക്കാൻ. കാരണം സാധാരണക്കാർ അവിടെ പോകില്ല. പ്രശ്നങ്ങളുള്ളവർ മാത്രമേ അവിടെ പോകൂ, അവിടെ കഴിയൂ. വരുണിനെ പോലെയുള്ള കൂട്ടർക്ക് അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ബോധമുള്ളവർ, അവരെ നോക്കുന്നവർ അത് മനസ്സിലാക്കി അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുകയാണ് വേണ്ടത്. അത്തരം പരിഗണന, ശുശ്രൂഷ എന്നിവ കൊടുക്കാൻ പറ്റാത്തവർ ആ പേരും പറഞ്ഞ് അത്തരം സ്ഥാപനത്തിന്റെ പരിശുദ്ധി കളയരുത്. കാരണം അതുപോലുള്ള കുട്ടികളെ അല്ലെങ്കിൽ രോഗികളെ നോക്കേണ്ടത് അതീവ ക്ഷമയോടെയും വേണ്ട പരിചരണത്തോടെയും കൂടിയാണ്. അതിന് പറ്റാത്തവർ ആ പണിക്ക് വന്ന് നിൽക്കരുത്. അല്ലാതെ ക്ഷമയില്ലാതെ അവരെ പീഡിപ്പിച്ച് കൊല്ലുകയല്ല വേണ്ടത്. പലവിധത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും ആ പാവങ്ങൾ അവസാനം ചിലപ്പോൾ അവിടെ എത്തുന്നത്. അവിടെ നിന്നും അവർക്ക് അത് തന്നെയാണ് വിധിയെങ്കിൽ പിന്നെ ഈ ലോകത്ത് നന്മ, ദയ എന്ന വാക്കുകൾക്ക് എന്താണ് അർത്ഥം? വരുണിന് അന്ന് അനുഭവിച്ച ക്രൂരതകൾ ആ വീഡിയോയിൽ വ്യക്തമാക്കുന്ന സംഭവങ്ങളും അവർ അത് ആദ്യമായല്ല ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കും വിധമാണ്. എന്നുവെച്ചാൽ വർഷങ്ങളായി മറ്റു പല കുട്ടികളും അതേ പീഡനമുറകൾ അനുഭവിച്ചു വന്നതാണ് എന്ന് അനുമാനിക്കാം. കൂടാതെ കൊലപാതകം, അതിനോട് അത് മറച്ചുവെക്കുന്നതിനുള്ള ശ്രമവും നടപ്പാക്കിയ രീതികളും എല്ലാം അവർക്ക് അതിൽ മുൻപരിചയമുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഈ കേസിന്റെ വിധി ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച ASP സൃഷ്ടി സിംഗും അദ്ദേഹത്തോടൊപ്പം സത്യസന്ധമായി പ്രവർത്തിച്ച മറ്റു ഉദ്യോഗസ്ഥരും പ്രശംസ അർഹിക്കുന്നുണ്ട്. ഇതിലെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂട്ടുകാരെ, ഈ കേസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും തോന്നലുകളും കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി.